ഹലോ, വെൽക്കം ടു സിയ സ്റ്റോക്ക് വേൾഡ്. അപ്പോൾ ഇവിടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു മിനി വ്ളോഗാണ്. നമുക്ക് ഇഫ്താറിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു സ്നാക്ക് ഐറ്റം ഉണ്ടാക്കാം. അതുപോലെ തന്നെ എനിക്കൊരു 4x4ൻ്റെ ഫ്രെയിം വർക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ ചെറിയൊരു ക്ലിപ്പിംഗ്സ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ദേ പ്രിൻ്റ് എടുക്കുന്ന ഷോപ്പിൽ വന്നിട്ടുണ്ട്. ഇത് തൊടുപുഴയിൽ തന്നെയുള്ള ഒരു ഷോപ്പാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പ്രിൻ്റ് എടുക്കണമായിരുന്നു. ഞാൻ പ്രിൻ്റ് എടുത്തതിന് ശേഷം വീട്ടിൽ വന്നിട്ട് ഇതെല്ലാം എടുത്ത പ്രിൻ്റുകളെല്ലാം നമ്മൾ ഒന്നും കൂടെ കറക്റ്റ് സൈസിന് കട്ട് ചെയ്തെടുക്കണം. കാരണം കുറച്ച് കൂടുതലും കുറവൊക്കെ ആയിരിക്കും. അങ്ങനെ എല്ലാ പ്രിൻറ്റും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ കട്ട് ചെയ്തെടുത്ത പ്രിൻ്റുകൾ. എനിക്ക് 4x4 ഫ്രെയിമിലേക്ക് ഒരു പ്രിൻ്റ് കയറ്റണം. അപ്പം ഈ 4x4 ഫ്രെയിമിൻ്റെ ബാക്ക് സൈഡിൽ ഈ ബോർഡ് നമ്മൾ ഓപ്പൺ ചെയ്തെടുക്കണം. അതിന് ആ ക്ലിപ്പുകളെല്ലാം പയ്യെ പൊക്കിയിട്ട് ആ ബോർഡൊന്ന് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഗ്ലാസ് ആണ്. അതൊരു ടിഷ്യൂ പേപ്പറിൽ വെള്ളം നനച്ചിട്ട് പയ്യെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ ക്ലീൻ ചെയ്തില്ലെങ്കിൽ കുറേ പൊടികളും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിൻ്റ് വെക്കുമ്പം ഭയങ്കരമായിട്ട് വിസിബിളായിട്ടിരിക്കും. നമ്മൾ പ്രിൻ്റ് വെച്ചിട്ട് അതേപോലെ തന്നെ ആ ബോർഡ് ഉള്ളിൽ വെച്ചിട്ട് ആ ക്ലിപ്പ് ഒന്ന് അടച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഫ്രെയിമിൻ്റെ പരിപാടി. അതിന് ശേഷം നമ്മുടെ ഫ്രെയിമിന് എന്തെങ്കിലും വീഡിയോസ് എടുക്കണമെങ്കിൽ ഞാൻ എടുക്കാറുണ്ട്. ഇപ്പം ഞാൻ എടുക്കാറില്ല അങ്ങനെ. അപ്പോൾ നമ്മുടെ ഫ്രെയിം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ ഭയങ്കര മഴയായിരുന്നു ഇന്ന്. മഴ നോക്കിയിരുന്നാൽ നമുക്ക് സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ പാൻ ചൂടാകുമ്പോഴത്തേനും അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേനും ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് വേവിച്ച് വെച്ച ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. നല്ല രീതിക്ക് ഒന്ന് സോഫ്റ്റ്നെസ് ഒന്ന് മാറണം. അതിനുശേഷം പട്ട ഗ്രാമ്പും ഒക്കെ ഞാൻ ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതും ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് വേണ്ട സവോളയാണ്. സവോളയെ നമ്മളൊന്ന് അതേ എണ്ണയിൽ തന്നെ ഒന്നിട്ട് വഴറ്റിയെടുക്കുക. ഇച്ചിരി ഉപ്പൊന്ന് ഇട്ട് കൊടുക്കുക പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. സവോള ഒത്തിരി സോഫ്റ്റ് ആവണ്ട, കുറച്ച് ഹാർഡായിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിലിരിക്കണം. സവോളയെ ഒന്ന് നല്ല രീതിക്കൊന്ന് വഴറ്റിയെടുക്കുക. ഇട്ടിട്ട് ഉപ്പിടണം കേട്ടോ, എന്നാലേ പെട്ടെന്ന് വഴണ്ട് വരത്തുള്ളൂ. നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ചിക്കനില്ലേ, അതിലേക്ക് നമ്മൾ ക്യാരറ്റ് ഒന്നും ചെയ്തിട്ടില്ല, പച്ചയ്ക്ക് തന്നെ ക്ലീൻ ആക്കിയതിന് ശേഷം ഒന്ന് ചെറിയ സ്ലൈസായിട്ട് ക്യാരറ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാരറ്റ് നമുക്ക് എത്ര വേണം അത്രയും ക്യാരറ്റ്, പിന്നെ ക്യാബേജ് ഞാൻ ഇത്ര അളവെന്നൊന്നും പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ, എത്ര റോൾസ് വേണോ അതിനനുസരിച്ച് വേണം നിങ്ങൾ ക്യാബേജ് അരിഞ്ഞിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഷവർമ റോളാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ അത് മറന്നു, ഈ ഷവർമ റോളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾ എല്ലാ ഐറ്റംസും ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ സവോള കുറച്ച് മതി, സവോള അത്രയും വേണ്ട. സവോള ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഞാൻ ആഡ് ചെയ്തു. സവോളയിൽ ഞാനാണെങ്കിൽ നേരത്തെ ആ പറഞ്ഞ പട്ട ഗ്രാമ്പു ആ മസാലകൾ ഒന്ന് പയ്യെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതും ഇടുക. ശേഷം ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഞാനൊന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒത്തിരി കട്ടിക്കല്ല, എന്നാലും ചെറിയൊരു രീതിക്ക് തന്നെയാണ് കേട്ടോ ഞാൻ സ്ലൈസ് ചെയ്തെടുക്കുന്നത്. അതും ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലായിടത്തേക്കും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര വേണോ അത്ര ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് മയോണൈസ്, ഈ മയോണൈസ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ, മുട്ട വെച്ചിട്ടല്ല. അതിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. മയോണൈസ് ഞാനൊരു 5 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മയോണൈസ് ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. എല്ലായിടത്തേക്കും അതെല്ലാം പിടിക്കണം, അതുപോലെ മിക്സ് ചെയ്യുക. ശേഷം ഒരു പാൻ എടുക്കുക. നമുക്കിനി മയോണൈസ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിലേക്ക് ഞാൻ ഒരു കവർ പാലൊഴിക്കുന്നുണ്ട്. വെള്ളമൊന്നും ചേർക്കരുത്. ഒരു കവർ പാലൊഴിച്ചതിന് ശേഷം വിനാഗിരിയോ അല്ലെങ്കിൽ നാരങ്ങ നീരോ കുറച്ച് ചേർക്കാം. ഞാൻ വിനാഗിരിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങ നീര് ചേർക്കാം. ഞാൻ വിനാഗിരി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ആ പാല് പിരിച്ചെടുക്കുക. പാല് നല്ലോണം ഒന്ന് പിരിച്ചെടുക്കുക. അപ്പോൾ ഇതേ കണ്ടോ കട്ടയ്ക്ക് വരുന്നത്. അത് നല്ലോണം നല്ലൊരു പ്ലെയിൻ വെള്ളമില്ലേ, നമ്മുടെ വെള്ളം പോലെ പ്ലെയിൻ ആയിട്ട് വരും. ആ കട്ടയെല്ലാം മാറി കഴിയുമ്പോൾ കണ്ടോ ഇതുപോലെ കട്ടയ്ക്ക് വരും. എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടി എടുത്തിട്ട് ഒന്ന് അരിച്ചെടുക്കുക. ആ വെള്ളം കളഞ്ഞിട്ട് അരിച്ചെടുത്തേക്കുന്ന ഈ മിക്സ് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുക. ശേഷം ഒരു 2 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. കുറച്ച് പഞ്ചസാര, ഒരു പിഞ്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് നാരങ്ങ നീരോ അല്ലെങ്കിൽ വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 3 ടീസ്പൂൺ പാല് കൂടെ ഞാൻ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി കുറച്ച്, ഒരു എരിവിന് വേണ്ടിയിട്ടാട്ടോ, കുറച്ച് കുരുമുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് നല്ല മിക്സ് ചെയ്യുക. ഞാനിവിടെ ചപ്പാത്തിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുബൂസും എടുക്കാം. ഞാൻ ഹാഫ് കുക്കഡ് ആയിട്ടുള്ള ഫ്രോസൺ ആയിട്ടുള്ള ചപ്പാത്തി എടുത്തിട്ടുള്ളത്. എന്നിട്ട് ബാക്കി കുക്ക് ചെയ്യുകയോ ചെയ്തേ. അതിന് ശേഷം ഇതിലേക്ക് മയോണൈസും ടൊമാറ്റോ സോസും സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സ് ആഡ് ചെയ്ത് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഷവർമയുടെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരെണ്ണം ഫുള്ളിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഞാനിത് നടുക്കിന്നൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നോമ്പ് തുറക്കുള്ള ഐറ്റംസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്